നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല വിഷയം മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ ഒരുങ്ങി ബി.ജെ.പി. ഇത് സംബന്ധിച്ച് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ശബരിമല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാഷ്ട്രീയ പക്ഷപാതപരമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. മോദിയുടെ വരവോടെ ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പി. മുന്നണികൾക്ക് വലിയ ആത്മവിശ്വാസം വന്ന മട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് റാലിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല നിഷ്ഠകളെയും കാറ്റിൽ പറത്തി ശബരിമലയെയും അയ്യപ്പനെയും ചൂണ്ടിക്കാട്ടി മുഴുവൻ അയ്യപ്പ വിശ്വാസികളെയും കയ്യിലെടുത്താണ് മോദി മടങ്ങിയത്. ഇപ്പോഴത്തെ തങ്ങളുടെ നാടിയും ഞരമ്പും അയ്യപ്പന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അയ്യപ്പ ശരണവും ശബരിമലയും വെച്ച് തന്നെ പ്രചാരണം നടത്തുമെന്ന വാശിയിലാണ് ബി.ജെ.പി. നേതാക്കൾ. ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പോലീസ് നടപടികളും തിരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുമെന്ന് ആവർത്തിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും അവകാശമില്ലെന്നും ശബരിമലയുടെ പേരിൽ വോട്ട് ചോദിക്കുകയല്ല, ഇക്കാര്യം ചർച്ചാ വിഷയമാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല കർമ്മസമിതിയുടെ പൂർണ്ണ പിന്തുണയുമായി ബി.ജെ.പിക്കൊപ്പമുണ്ട്. ശബരിമല ഞങ്ങളുടെ ആത്മാവിൽ അധിഷ്ഠിതമായ പ്രശ്നമാണ്. അത് ജനങ്ങളുടെ സജീവ ശ്രദ്ധയിൽ വരണം. അതിനെ നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കോടതി പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നതിന് പരിമിതിയുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് അതൊന്നുമില്ലല്ലോ എന്ന് ശ്രീധരൻപിള്ള പറയുന്നു. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിക്കും കിട്ടുന്ന പിന്തുണയാണ് ബി.ജെ.പിയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന്. വിശ്വാസ സംരക്ഷണത്തിനായി ബി.ജെ.പി. മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയും പിന്തുണയറിയിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നു. ഈ വിഭാഗത്തെ മുഴുവൻ വോട്ടാക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കി വെള്ളിയാഴ്ച കോഴിക്കോട് നടന്ന എൻ.ഡി.എ പ്രചാരണ പരിപാടിയിലും ശ്രീധരൻപിള്ള ഇതേ നിലപാട് ആവർത്തിച്ചു പറഞ്ഞത്. ബി.ജെ.പിക്ക് പൂർണ്ണ പിന്തുണയുമായി ശബരിമല കർമ്മസമിതിയുമുണ്ട്. പെരുമാറ്റച്ചട്ടം ബാധകമല്ലെന്നാണ് ശബരിമല കർമ്മസമിതി നേതാവ് ചിദാനന്ദപുരി വ്യക്തമാക്കുന്നത്. കർമ്മസമിതി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, പാർട്ടിയല്ല, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ബാധകവുമല്ല എന്നാണ് ചിദാനന്ദപുരി പറയുന്നത്. എന്നാൽ ലക്ഷ്മണരേഖ കടന്നാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കുമ്പോഴും ആചാര സംരക്ഷണത്തെക്കുറിച്ച് പറയുകയും ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയെ മീണ പുകഴ്ത്തുകയും ചെയ്തു എന്നതാണ് കഥയിലെ വിരോധാഭാസം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.